വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് കടപത്രം വഴിയാണ് വായ്പ എടുക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വീണ്ടും കടമെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അതെങ്ങനെയാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? ആർ ശ്രീജിത്ത് അല്ല, ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വിവരങ്ങൾ എന്താണ് ഷഫീദ്? ശ്രീജിത്ത്, കഴിഞ്ഞ മാസമാണ് സംസ്ഥാനം 1000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിക്കുകയും കടമെടുക്കുകയും ചെയ്തത്. പൊതുവിപണിയിൽ നിന്ന് കടപത്രം വഴിയായിരുന്നു കഴിഞ്ഞ മാസം 1000 കോടി വായ്പ എടുത്തത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിരുന്നു കഴിഞ്ഞ മാസം എടുത്ത വായ്പ. സമാനമായ രീതിയിൽ ഇപ്പോൾ വീണ്ടും 2000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 2000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടപത്രം വാങ്ങി വഴിയാണ് വായ്പ എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വികസന പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കുന്നു. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ അടക്കം പല വിധത്തിലുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. അക്കാര്യത്തിൽ കൂടി വകയിരുത്താനാണ് നിലവിൽ ഇപ്പോൾ ഈ കടമെടുക്കുന്നത് എന്നുള്ളതാണ് ധനവകുപ്പിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിശദീകരണം. ശരി, ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനം.